മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് SBT സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ഗിരീഷ് എന്നൊരു വ്യക്തി എനിക്ക് ഒരു സന്ദേശം അയക്കുകയുണ്ടായി. ഭാരതത്തെ സംരക്ഷിക്കുന്നത് ഭാരതത്തിൻ്റെ അതിർത്തികളിൽ നിൽക്കുന്ന ജവാന്മാരാണ്. ഏത് നിമിഷം പോലും മരിക്കുമെന്ന് ഉറപ്പുള്ള ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ ഈ രാഷ്ട്രത്തിലെ ജനങ്ങൾ സുഖമായി ജീവിക്കാനും സുഖമായിട്ട് ഉറങ്ങാനും വേണ്ടി ആ ജവാന്മാർ ഉറങ്ങാതെ രാഷ്ട്രത്തിൻ്റെ അതിർത്തി കാക്കുന്നു. ഇന്നത്തെ പത്രത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു വാർത്ത വന്നു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് പിൻവലിച്ചതോടുകൂടി കാശ്മീർ പ്രദേശത്ത് ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ കല്ലേറ് പെട്ടെന്ന് നിന്നു. ഇന്നലത്തെ TV ചാനലിലുണ്ടായിരുന്നു, ഒരു ചാനലിലുണ്ടായിരുന്നു, ഓരോ വ്യക്തിയും ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെയും ഇന്ത്യക്കാർക്കെതിരെയും ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കെതിരെയും കല്ലെറിയുമ്പോൾ അയാൾക്ക് 1500 മുതൽക്ക് 3000 രൂപ വരെ 500-ൻ്റെയും 1000-ൻ്റെയും നോട്ട് എത്തുമായിരുന്നു. ഏതെങ്കിലും ജോലിക്ക് പോയാൽ 500, 600, 700 രൂപ കിട്ടും. കല്ലെറിയാൻ പോയാൽ 1000, 1500, 2000 കിട്ടും. അത് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന കള്ളനോട്ട് ഉൾപ്പെടെ കള്ളപ്പണം ഉൾപ്പെടെ ആണ് ഇന്ത്യൻ പട്ടാളക്കാർക്കും ഇന്ത്യക്കാർക്കുമെതിരെ കല്ലെറിയാനായിട്ട് യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. നോട്ട് പിൻവലിച്ച് ഇത്രയും ദിവസമായതോടുകൂടി നോട്ടിൻ്റെ വാല്യൂ ഇല്ലാതെ ആയതോടുകൂടി കല്ലേറ് നിന്നു എന്ന് TV-യിലും ഇന്നത്തെ പത്രത്തിലും വായിക്കേണ്ടായി. വിഷയത്തിൽ നിന്ന് മാറിയല്ല സംസാരിക്കുന്നത്. സ്വന്തം നാട്ടുകാരിൽ നിന്ന് വരെ കല്ലേറ് സഹിച്ച് ഈ രാഷ്ട്രത്തിൻ്റെ ഐക്യവും നന്മയും കാക്കാൻ പ്രതിജ്ഞാബദ്ധരായ പട്ടാളക്കാർ ഈ രാഷ്ട്രം ഭരിക്കുന്നവരാരായാലും അവർക്ക് വേണ്ടിയല്ല രാഷ്ട്രത്തെ രക്ഷിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ ജനങ്ങൾക്കും രാഷ്ട്രത്തിനും വേണ്ടിയാണ് രാഷ്ട്രത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്നത്. ഗിരീഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, നമ്മുടെ ബാങ്ക് ഉദ്യോഗസ്ഥർ അവരുടെ രാഷ്ട്രീയ ചായ്വ് നോക്കാതെ, അവരുടെ കുടുംബ പ്രാരബ്ധം നോക്കാതെ, അവർക്ക് ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ അനുകൂലമായ വീക്ഷണമാണോ പ്രതികൂലമായ വീക്ഷണമാണോ എന്ന് പോലും ചിന്തിക്കാതെ കേരളത്തിലെ കുറേ ബാങ്ക് ഓഫീസേഴ്സ് പാർട്ടി സമ്മേളനത്തിന് പോയി എന്നുള്ളത് ഒഴികെ ബാക്കി ബാങ്ക് ഉദ്യോഗസ്ഥർ, അവരെ സഹായിക്കുന്നവർ, റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിലെ ഉദ്യോഗസ്ഥർ, അവരെ സഹായിക്കുന്നവർ, അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാർ, ഇവരെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തീരുമാനം നടപ്പാക്കുന്ന കൂട്ടത്തിലുള്ളവരാണ്. തിന്മകളെ തച്ചുടച്ച് നന്മകളിലേക്ക്, സാമ്പത്തിക നന്മകളിലേക്ക് ഒരു രാഷ്ട്രത്തെ കൊണ്ടുപോകുമ്പോൾ ആ രാഷ്ട്രത്തെ കൊണ്ടുപോകുന്ന യാത്രയിൽ ഒരു വ്യക്തിയോ കുറേ മന്ത്രിമാരോ അല്ലെങ്കിൽ ഭരിക്കുന്ന MP-മാരോ മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവരുടെ തീരുമാനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നത് മുഴുവനും ജനങ്ങളുടെ തന്നെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഉദ്യോഗസ്ഥരാണ്. മന്ത്രിമാർ വരും, അവർ പോകും 5 വർഷം 6 വർഷം കഴിഞ്ഞാൽ. പക്ഷേ ഈ ഉദ്യോഗസ്ഥരകത്ത് കയറിയാൽ 10-60 വയസ്സ് വരെ അവിടെ പ്രവർത്തിക്കുന്നു. അവരാണ് ഇത് നടപ്പാക്കുന്നവർ. അവർ കേരളത്തിലും ഭാരതത്തിലും വലുതായിട്ട് നെഗറ്റീവുകൾ അനുഭവിക്കേണ്ടി വന്നില്ല എന്ന് തോന്നുന്നു. എങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അവരഭിനന്ദനം അർഹിക്കുന്നു. അവർ ധന്യമായിട്ടുള്ള അഭിനന്ദനം അർഹിക്കുന്നു. കാരണം അവർക്ക് ലഭിക്കുന്ന നോട്ടുകൾ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അവർ ജനങ്ങളിൽ എത്തിക്കുന്നു. കൊല്ലത്തെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അനുഭവം വളരെ വ്യക്തമായിട്ട് ജനം TV-യിലും ഏഷ്യാനെറ്റിലും വന്നിരുന്നു. അത് മറ്റ് ബാങ്കുകാരെ എന്തുകൊണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകാരെ എന്തുകൊണ്ട് പ്രയോഗത്തിൽ വരുത്തിയില്ല എന്ന് എനിക്ക് അത്ഭുതം തോന്നിയിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഈ 2000 രൂപയോ 4000 രൂപയോ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള ID കാർഡും ID കാർഡിൻ്റെ പ്രൂഫ് സിറോക്സ് കോപ്പിയും അവിടെയുള്ള ഫോം ഫില്ല് ചെയ്തതും കൂടി ചേർത്ത് ബാങ്കിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ, ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ
മറ്റേ നോട്ടും കൊടുത്ത് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വ്യക്തിയോട് പൊക്കോളാൻ പറയും. സൗകര്യമുള്ള സമയത്ത് വന്ന് എത്ര രൂപയാണോ മാറേണ്ടത് ആ മാറേണ്ട രൂപ കൊടുത്താൽ ഈ ഫോമിനകത്ത് വെച്ചിരിക്കുന്ന പുതിയ നോട്ടുകൾ ഉൾപ്പെടെ അയാൾക്ക് കൊടുക്കുന്നു. അപ്പോൾ വലിയ ക്യൂ നിൽക്കുന്നതിന് പകരം ആ ബാങ്കിൻ്റെ മുമ്പിൽ മാത്രം ഒരു ക്യൂവും ഇല്ല എന്നായിരുന്നു TV വാർത്ത. അതിന് കാരണം 2 ഫോമും മേടിച്ച് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് വെരിഫൈ ചെയ്ത് ഓക്കെ ഇട്ട് അതിൽ പുതിയ നോട്ട് വെച്ച് ഫോൾഡ് ചെയ്ത് വെക്കും. യഥാർത്ഥത്തിൽ ആ വ്യക്തി അയാളുടേതായിട്ടുള്ള ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ബാങ്കിലേക്ക് എത്തുമ്പോൾ ആ വാങ്ങിക്കേണ്ട രൂപ വാങ്ങിച്ച് ഈ പുതിയ നോട്ട് തിരിച്ചു കൊടുക്കുന്ന രീതിയിൽ ചെയ്തപ്പോൾ എത്രയോ നീളത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൗണ്ടറിൽ ഉണ്ടാവേണ്ട ക്യൂ ഒരാൾ പോലും ഇങ്ങനെ ഫോം കൊടുക്കാൻ വരുന്നവരൊഴികെ ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥ സംജാതമായി എന്ന് കണ്ടു. ഇപ്പോൾ പല രീതിയിലൂടെയും പല മാർഗത്തിലൂടെയുമെല്ലാം ഈ ജനങ്ങളെ സഹായിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ, അവർക്ക് സഹായം നൽകുന്നവർ, അവരെല്ലാം ഭാരതീയർ ഉറങ്ങാൻ എങ്ങനെയാണോ പട്ടാളക്കാർ ഉറങ്ങാതിരിക്കുന്നത്, ഭാരതീയർ ജീവിക്കാൻ എങ്ങനെയാണോ ഇവർ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഉൾപ്പെടെ ഓവർ ടൈം ഉൾപ്പെടെ അവർക്ക് ലഭിക്കുന്ന 500-ൻ്റെയും 1000-ൻ്റെയും പഴയ കറൻസി നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കുന്നത് ഉൾപ്പെടെ ഒരാൾക്ക് 1 പ്രാവശ്യത്തിൽ കൂടുതൽ പൈസ വരാതിരിക്കാൻ ശ്രദ്ധിച്ച് എല്ലാവർക്കും അതെത്തിക്കാൻ ശ്രമിക്കുന്നത് പോലെ എല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണോ ആ ഒരു പ്രവൃത്തിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് രാഷ്ട്രത്തിൻ്റെതാണ്. അവർക്ക് ശമ്പളം കിട്ടുന്നു എങ്കിലും ഈ രാഷ്ട്രത്തിൻ്റെ ഒരു പക്ഷേ ശുദ്ധീകരണത്തിനുള്ള ഒരു ക്രൈസിസിൻ്റെ മുമ്പിൽ നിങ്ങൾ അവരെ അഭിനന്ദിക്കാൻ സാധിക്കുമെങ്കിൽ അഭിനന്ദിക്കണം. ഒരു കാരണവശാലും അവരെ അവഹേളിക്കുകയോ അവർക്ക് എതിരെ ഉച്ചയെടുക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്യരുത് എന്ന് കൂടി അഭ്യർത്ഥിച്ച് ധന്യമായിട്ടുള്ള ഈ മഹായജ്ഞത്തിൽ നമ്മുടെ രാഷ്ട്രം ഒരു ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ആ ക്രൈസിസിനെ സോൾവ് ചെയ്യുമ്പോൾ അതിന് സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കാൻ നമുക്കും സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.